ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇനി നേരത്തെ മിസ് എടുത്ത പാർട്ടിന്റെ ബാക്കി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇതില് ഗാന്ധി ആൻഡ് അംബേദ്കർ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഈ ഒരു പാർട്ട് ത്രീയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് നമുക്ക് ലൈഫ് ഉണ്ട്, എഡ്യൂക്കേഷൻ, പൊളിറ്റിക്കൽ കാരിയർ, നോൺ വയലന്റ് സത്യാഗ്രഹ ആൻഡ് നാഷണലിസം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സബ്ജക്ട് മഹാത്മാഗാന്ധിയെ കുറിച്ചും നമ്മുടെ സോഷ്യൽ ഫ്രീഡം സ്ട്രഗിൾ ചെയ്യുന്ന ഫ്രീഡം ഫൈറ്റേഴ്സിനെ പറ്റിയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കിട്ടുക എന്ന് പറഞ്ഞു. ഡിസ്കസ് ചെയ്യാനും പഠിക്കാനും നമ്മൾ ഈ ഒരു സോഷ്യോളജി എന്നുള്ള വിഷയം നമുക്ക് അവരുടെ അത് പഠിക്കാൻ ഒരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ആണെന്നാണ് എന്റെ ഒരു ധാരണ. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മിസ്സിന് അറിയില്ല, എങ്കിലും കാരണം എത്രയൊക്കെ ഫ്രീഡം, എന്തൊക്കെ ത്യാഗം, എന്തൊക്കെ പ്രശ്നങ്ങളും, എന്തൊക്കെ ജീവിതം തന്നെ ത്യജിച്ചു, ജീവൻ ബലിയർപ്പിച്ചും കുടുംബങ്ങളും എല്ലാം ഇല്ലാതായി അങ്ങനെ കുറെ നഷ്ടബോധങ്ങൾക്കൊക്കെ എന്തൊക്കെയോ കുറെ യുദ്ധം പോലെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു സ്വാതന്ത്ര്യം എന്ന സംഭവം നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പൊ ഇതിനെപ്പറ്റി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും ഈ ഒരു സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്ന ഈ ഒരു ഫൈറ്റേഴ്സിനെയും പ്രത്യേകിച്ച് മഹാത്മാഗാന്ധിയെ പോലെ വലിയൊരു ധീര യോദ്ധാവ്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ നേതാവ് അല്ലെ, നമ്മുടെ ഫാദർ ഓഫ് നേഷൻ എന്ന് പറയും. നമ്മുടെ ആരാണ്? പിതാവ്, നമ്മുടെ രാജ്യത്തിന്റെ പിതാവ്. നമ്മൾ ബഹുമാനത്തോടുകൂടി അഭിമാനത്തോടും പറയുന്ന ഈ ഒരു ഗാന്ധിജിയുടെ ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് മിസ് പഠിപ്പിക്കുമ്പോൾ മിസ്സിന് അതിൻ്റെതായ ഒരു അഭിമാനവും ചാരിതാർത്ഥ്യമൊക്കെ ഉണ്ട്. കാരണം ഇങ്ങനെ ഒരു ടീച്ചിങ് മേഖലയിൽ ഇത്രയും പറയാൻ പറ്റുന്ന ഒരു അവസരം എന്ന് പറഞ്ഞാൽ വളരെയേറെ സന്തോഷമാണ്. ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെ മിസ് ഒരു ക്ലാസ് തുടങ്ങുകയാണ്. ലൈഫും എഡ്യൂക്കേഷനും പൊളിറ്റിക്കൽ കാരിയർ, നോൺ വയലൻസ് ആൻഡ് സത്യാഗ്രഹവും നാഷണലിസം. ലൈഫ് ഓഫ് ഗാന്ധി അറിയാലോ. എന്താണ് ലൈഫ് ഓഫ് ഗാന്ധി? ഗാന്ധി ആഫ്രിക്കയിലാണ് നമ്മുടെ ഫസ്റ്റ് എന്ത് ചെയ്തത്? അദ്ദേഹം ഒരു വക്കീലായിരുന്നു. ലൈഫ് എന്താ? ലൈഫ് മഹാത്മാഗാന്ധി ആൻഡ് അംബേദ്കർ ആണ് പറയുന്നത്. നമ്മളുടെ വിഷയം, നമ്മുടെ പാർട്ട് ഏതാണ്? മഹാത്മാഗാന്ധി ആൻഡ് അംബേദ്കർ. അംബേദ്കർ ആരാന്ന് നിങ്ങൾക്ക് അറിയാലോ. നമ്മുടെ ദ ഫാദർ ഓഫ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന ഉണ്ടാക്കിയ ആളാണ് അംബേദ്കർ. എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മുടേത്. നമ്മളുടെ ഓരോ റൈറ്റ്സും അവകാശങ്ങളും ഓരോന്നും, നമ്മുടെ ബാലാവകാശമാണെങ്കിൽ കുട്ടികൾക്കുള്ള അവകാശം, വിദ്യാഭ്യാസം, വോട്ടവകാശത്തിനുള്ളത്, നമുക്ക് നടക്കാൻ, റോഡിലൂടെ നടക്കാൻ, സംസാരിക്കാൻ, നമ്മുടെ ഒരു ജീവിതത്തിൽ ഓരോ ആറ്റിറ്റ്യൂഡ്, ഓരോ സ്വാതന്ത്ര്യവും നമുക്ക് ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ കറക്റ്റായി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യാൻ പറ്റൂ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലെ. ഇന്ത്യൻ ഭരണഘടന, അതായത് ഇന്ത്യൻ അംബേദ്കർ എന്ന് പറയുന്ന ഒരു മഹാ നേതാവ് നമുക്ക് അങ്ങനെ ഒരു ഭരണഘടന എഴുതപ്പെട്ട് തയ്യാറാക്കി തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് തന്നെയാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പോകുന്നത്. പോലീസ് സ്റ്റേഷൻ, വില്ലേജ് ഓഫീസ് തുടങ്ങിയ കോടതി, വക്കീലുകൾ, ഇവരെല്ലാം നിയമം നടപ്പിലാക്കുന്ന അധികാരികളെല്ലാം ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എഴുതപ്പെട്ട ഭരണഘടന നിയമപ്രകാരം തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് പിന്നെ നമുക്ക് എപ്പോഴും ഒരു നിയമം കയ്യിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കാനൊക്കെ ഒരു പേടി ഉണ്ടാവും. എന്നാലേ സമൂഹം എന്താവുന്നുള്ളൂ, നല്ല സമൂഹം നമുക്ക് വാർത്തെടുക്കാൻ പറ്റൂ. നിയമം വേണം, തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലിഖിത ഭരണഘടന ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും എതിർക്കാനും കറക്റ്റ് സ്പെസിഫൈ ചെയ്ത് മുന്നോട്ട് പോകാനും പറ്റും. അപ്പൊ അതൊക്കെ നമുക്ക് അംബേദ്കർ ആണെങ്കിലും നമ്മുടെ ഒരു ഭരണം അത് പറഞ്ഞു. ഇനി നമുക്ക് പറയാം ലൈഫ്, ഗാന്ധിജി ലൈഫ്. മഹാത്മാഗാന്ധി ജനിച്ചത് എവിടെയാണ്? പോർബന്ദർ എന്ന സ്ഥലം. നമുക്കറിയാം അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം, അദ്ദേഹം ഒരു വക്കീലാവാൻ വേണ്ടി പഠിച്ച ഒരാളായിരുന്നു. ദെൻ അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ, നല്ല എഡ്യൂക്കേഷൻ ഉള്ള വ്യക്തി തന്നെയാണ്. നെക്സ്റ്റ് പൊളിറ്റിക്കൽ കാരിയർ. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കാരിയർ എന്ന് വെച്ചാൽ അദ്ദേഹം പ്രത്യേകിച്ച് അത് ഇന്ത്യക്കാരെ പറ്റി അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അപ്പൊ അദ്ദേഹം വക്കീലിന്റെ എക്സാം കഴിഞ്ഞൊരു തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴാണ് വെള്ളക്കാരെ, ഒരു ഇന്ത്യക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതും മറ്റുള്ള ഏതൊക്കെയോ രാജ്യക്കാരെ, അതായത് തീവണ്ടിയിൽ പലരും യാത്ര ചെയ്യും. അപ്പൊ അദ്ദേഹം കണ്ണിൽ കണ്ടൊരു കാഴ്ച എന്താണ്? അദ്ദേഹത്തിന്റെ എത്രയോ ചെറിയ വയസ്സിലാണ് അദ്ദേഹം അത് കാണുന്നത്. അതായത് ഏതോ ഒരു യൂറോപ്യൻ രാഷ്ട്രക്കാർ അടിച്ചമർത്തപ്പെട്ട ഏതോ ഇന്ത്യൻസ് ആണോന്ന് അറിയില്ല, ഇന്ത്യൻസും ഉണ്ടാവും, അത് അവരൊക്കെ അടിച്ചമർത്തുന്ന രീതിയിലുള്ള ഒരു കാഴ്ച കണ്ടതാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. എന്താണ്, നമ്മുടെ ഇന്ത്യക്കാരെയും ഇങ്ങനെയാണല്ലോ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനെതിരെ പ്രവർത്തിക്കാൻ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്തു? വളരെ ഒരു എന്താ പറയാ, ഒരു ഉത്ബോധം വരികയും അദ്ദേഹം പിന്നീട് നമുക്ക് സ്വാതന്ത്ര്യം ആണ് നമ്മുടെ ജീവാമൃതം. സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ മനുഷ്യന് പിന്നെ ഒന്നിനും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ധാരണ അദ്ദേഹത്തിന് വന്നു. പിന്നെ അങ്ങനെയാണ് അദ്ദേഹം എങ്ങോട്ട് പൊളിറ്റിക്കൽ കരിയറിലേക്ക് വന്നത്. നോൺ വയലൻസ്, അദ്ദേഹമാണ് പിന്തുണ്ടാക്കിയ നോൺ വയലൻസ്. എന്താ നോൺ വയലൻസ് എന്ന് പറഞ്ഞാല്?
നോൺ വയലൻസ് എന്താണ്? എഡ്യൂക്കേഷൻ, പൊളിറ്റിക്കൽ കരിയർ അല്ലെ. നോൺ വയലൻസ് അതായത് അക്രമരാഹിത്യം എന്ന് നമ്മൾ എങ്ങനെ പറയും? മലയാളത്തിൽ നമ്മൾ അക്രമരാഹിത്യം എന്നാണ് പറയുക അല്ലെ. അക്രമം അരുത്. ആക്രമിച്ചല്ല നമ്മൾ കീഴ്പ്പെടുത്തേണ്ടത്. നമുക്ക് എങ്ങനെ കീഴ്പ്പെടുത്തണം? കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി സഹകരിക്കാതിരിക്കുക, അവരുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ ബഹിഷ്കരിക്കുക. ആ ലെവലിൽ പോയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? അവരെ നമുക്ക് അകറ്റി ഓടിക്കാൻ പറ്റും എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇതിൽ എന്താ പറയുക? സത്യാഗ്രഹം അല്ലെ. സത്യാഗ്രഹം അതായത് ഭക്ഷണം വെള്ളമൊന്നും കഴിക്കാതെ സത്യാഗ്രഹം ഇരിക്കുക. അല്ലാതെ ഇതൊക്കെ എന്താണ്? അക്രമമില്ലാത്ത രീതികളാണ് അദ്ദേഹത്തിന്റെ. ആ അക്രമം ഇല്ലാതെ എന്ത് ചെയ്യണം? നമുക്ക് അവരെ കീഴ്പ്പെടുത്താൻ പറ്റുമെന്ന് ജനങ്ങളെ അദ്ദേഹം പ്രാക്ടിക്കലി അദ്ദേഹം തെളിയിച്ചു കൊടുത്തു. ഇല്ല, അദ്ദേഹം തന്നെ എന്ത് ചെയ്തു? സഹകരിക്കാതെ ഇരുന്നു. ഡ്രസ് അവരുടെ എല്ലാ സാധനം ഒഴിവാക്കുക. ബ്രിട്ടീഷുകാർ നമുക്ക് തരുന്ന എല്ലാം ഒഴിവാക്കിയിട്ട് നമ്മളുടേതായ എന്ത് ഒരു സംസ്കാരം, അല്ലെങ്കിൽ ഇപ്പൊ ഡ്രസ് മെറ്റീരിയൽ ആണെങ്കിലും, ഇനിയിപ്പോ പല്ല് തേക്കുന്ന ബ്രഷ് ആണെങ്കിലും, ഇനിയിപ്പോ എഴുതുന്ന പേനയാണെങ്കിലും എല്ലാം ത്യജിക്കുക. അതൊക്കെ ബ്രിട്ടീഷുകാരുടെ ഒഴിവാക്കുക. എല്ലാ മെറ്റീരിയൽസും നമ്മൾ ഇന്ത്യന്റെ മാത്രം ഉപയോഗിക്കാൻ അദ്ദേഹം പറഞ്ഞു അല്ലെ. അതാണ് എന്ത്? പിന്നെ നാഷണലിസം എന്നതൊക്കെ ഉണ്ട്. നമ്മുടെ ഇന്ത്യക്കാരെന്ന ബോധം, അതാണ് എന്ത്? നാഷണലിസം. മഹാത്മാഗാന്ധി ബോൺ ഇൻ ഗുജറാത്ത് ഒക്കെ അറിയാലോ അല്ലെ. യങ്ങസ്റ്റ് ചൈൽഡ് ഓഫ് ഗാന്ധി ഫാമിലി ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു ഗാന്ധി. Due his father's position as a local politician, the family was subject transfer within a province of father moved to Rajkot years in England. He was called a bar to make an official barrister. Later, Gandhi was offered a job with a Rajkot merchant who did business in South Africa, and he decided to settle for 1 year. Gandhi stayed at 20 years in South Africa. 20 വർഷത്തോളം ഗാന്ധി എവിടെയായിരുന്നു? സൗത്ത് ആഫ്രിക്കയിലായിരുന്നു ചെറുപ്പത്തിലെ. ഓക്കെ, ആ ഒരു പൊളിറ്റിക്കൽ കരിയറാണ് ഡിസ്കസ് ചെയ്യുന്നത്. Then this incident from accompanied to Mahatma Gandhi New Delhi, he raised the voice of revolted against the humiliation, discrimination and injuries of affected Indians in South Africa. നെക്സ്റ്റ് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചാണ് അദ്ദേഹം ആദ്യമായിട്ട് എന്ത് ചെയ്തത്? യൂറോപ്യൻസ് എതിരെ അദ്ദേഹം ഒരു സമരം സംഘടിപ്പിച്ചതും. And he developed a comprehensive theory that would beyond of national boundaries about the basic corners of good society, of importance of non-violence and ethnicity, region, Indian specific socio-economic characteristics. Gandhi tried to distinct the cultural vision of immediately gained currency during the freedom struggle. Okay, ഫ്രീഡം സ്ട്രഗിൾ. ഇന്ത്യയിൽ നമുക്ക് സ്വാതന്ത്ര്യം വേണം, നമ്മൾ അങ്ങനെ മറ്റുള്ളവർക്ക് ചവിട്ടി മെതിക്കാൻ നിന്ന് കൊടുക്കരുത് എന്നൊക്കെ അദ്ദേഹം മനസ്സിലായത് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടാണ്. അദ്ദേഹം ഇന്ത്യക്കാര് എത്രത്തോളം എക്സ്പ്ലോയിറ്റേഷൻ അനുഭവിച്ചാണ് ഇവിടെ ജീവിക്കുന്ന അദ്ദേഹത്തിന് മനസ്സിലായത്. നെക്സ്റ്റ്, അംബേദ്കർ വാസ് ബോൺ ഇൻ 14 April 1891. ഓക്കെ, അംബേദ്കർ ജനിച്ചത് 1891 അംബേദ്കറിന്റെ ജനനം. Okay, then Ambedkar village in Rastangiri district of Maharashtra. മഹാരാഷ്ട്രയിലാണ് അംബേദ്കർ ജനിച്ചത്. Then his father Ranjit Sekhpal and grandfather Miloj Sekhpal. Ambedkar was 6 years old. He was born in poor of untouchable, compromised number of district group with the format of lowest strata of Indian society. അപ്പൊ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഗാന്ധിജിയെ പോലെ തന്നെയായിരുന്നു. മറ്റുള്ളവരെ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, അദ്ദേഹം അതിനെതിരെ പോരാടാൻ തീരുമാനിച്ച ഒരു ഒരു ഫ്രീഡം ഫൈറ്റർ തന്നെയായിരുന്നു ആര്? നമ്മുടെ അംബേദ്കർ. ഹിസ്റ്റോറിക്കലി ഇന്ത്യൻ സൊസൈറ്റി ഫാക്ടർ ടേംസ് ഓഫ് കാസ്റ്റ്, ജെൻഡർ, റിലിജൻ ആൻഡ് അംബേദ്കർ വാസ് ദി ലീഗൽ ഫ്രെയിംവർക്ക് വിച്ച് വുഡ് ഹെൽപ്പ് എസ്റ്റാബ്ലിഷ് ടു സിസ്റ്റം ഓഫ് സോഷ്യോ കൾച്ചറൽ എക്കണോമിക്കലി ആൻഡ് പൊളിറ്റിക്കലി. അതായത് അംബേദ്കർ നമ്മുടെ രാഷ്ട്രീയപരമായും സാമൂഹികപരമായും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വേദനകളിൽ നിന്നും വിമുക്തി നേടാനും എന്തിലെല്ലാം ഫ്രീഡം വേണമെന്ന് അദ്ദേഹം പഠിച്ചത് അംബേദ്കർ. ആ ഒരു ഫ്രെയിംവർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫ്രെയിംവർക്കിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു എവിടൊക്കെ നമുക്ക് എന്തൊക്കെ ഫ്രീഡമാണ് വേണ്ടത്. അപ്പൊ അദ്ദേഹത്തിന്റെ കറക്റ്റ് എന്താണ് റിട്ടേൺ ആയിട്ട് അദ്ദേഹം മനസ്സിലാക്കി പഠിച്ചതാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മിസ് പറയുന്നത്. ഗാന്ധി പൊളിറ്റിക്കൽ കരിയർ. ഗാന്ധിജി ഐഡിയാസ് നോൺ വയലൻസ് ആൻഡ് വിച്ച് വാസ് ഒറിജിനലി ഗിവൻ ടു ഷേപ്പ് ഇൻ ഹിന്ദ് സ്വരാജ്. ഓക്കെ,
Hind Swaraj, the text with Gandhi can said to still the day of his life. And Gandhi came back to India of liberating 4K of empathy million of Indian for British when he entered Indian force politics, Indian National Congress. അദ്ദേഹമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് രൂപീകരണം കൊടുത്തതും അദ്ദേഹം ഹിന്ദു സ്വരാജ് എന്ന അദ്ദേഹത്തിന്റെ ഒരു മൂവ്മെന്റിന് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തൊക്കെ അദ്ദേഹം മറ്റേ പൊളിറ്റിക്കൽ കരിയറിന്റെ ഭാഗമാണ്. Then and the Yuga Dharma of his age was politics. His particular goal of life was attain moksha. Gandhi was not a preacher but a lawyer. He engaged political activity with the objective of achieving specific goal. അദ്ദേഹം പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയിലേക്ക് അദ്ദേഹം ഇത്രയും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പൊളിറ്റിക്കലി ഫ്രീഡം കൊടുത്ത് നമ്മളുടെ രാജ്യത്തിന് എന്ത് കിട്ടുക, ഫ്രീഡം. അദ്ദേഹത്തിന് എല്ലാ പ്രവർത്തനത്തിനും ഒരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു, ഇന്ത്യക്ക് എന്ത് നൽകുക, ഫ്രീഡം നൽകുക എന്നുള്ളത് അല്ലെ. ഗാന്ധി അഡ്വക്കസി ഫോർ സത്യാഗ്രഹ ആൻഡ് നോൺ വയലൻസ്. നോൺ വയലൻസ് അതായത് അക്രമരാഹിത്യം, അതായത് ഒരു മുഖത്തഴിച്ചാൽ മറ്റേ മുഖവും കാണിച്ചു കൊടുക്കണം എന്ന ലെവൽ, അല്ലാതെ തിരിച്ചടിക്കരുത് എന്നാണ് ആര് പറഞ്ഞത്, ഇവിടെ ഗാന്ധി പറഞ്ഞത്. ലെറ്റ്സ് ഡിസ്കസ് ഗാന്ധി ഐഡിയാസ് ഓഫ് സത്യാഗ്രഹ ആൻഡ് നോൺ വയലൻസ്. Satyagraha is an important part of Gandhi's socio-political philosophy. The literary meaning of Satyagraha is holding on the truth. ശരിയെ എന്താണ് സത്യാഗ്രഹയുടെ റിയൽ മീനിങ് എന്താണ്? ഹോൾഡിംഗ് ഓൺ ദ ട്രൂത്ത്, ഹോൾഡ് ചെയ്യാം. സത്യാഗ്രഹ മീൻസ് holding on the truth. ഇത് നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഓക്കെ, ഹോൾഡിംഗ് ഓൺ ദ ട്രൂത്ത് എന്നാണ് സത്യാഗ്രഹ എന്നുള്ള വേർഡിന്റെ അർത്ഥം. അപ്പൊ എന്താണത്? ഓക്കെ, ഹോൾഡിംഗ് ഓൺ ദി ട്രൂത്ത് എന്നാണ്. ഗാന്ധി വാസ് സത്യാഗ്രഹ ആസ് ഓർഡിനറി ഗുജറാത്ത് മീനിങ് ഇസ് നോട്ട് ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ് സെൻസ് വിച്ച് മീൻസ് insisting on something without becoming obstinate and undercompromising with the term of satya and graha. Okay, for Gandhi, satyagraha was a well calculated step towards a necessary moment of direction of national regeneration. നമ്മുടെ നാഷണലിസത്തിലേക്ക് പോകണമെങ്കിൽ എന്ത് വേണം? സത്യാഗ്രഹ എന്ന് പറയുന്ന ഈ ഒരു അതായത് അക്രമരാഹിത്യത്തിലൂടെ മാത്രമേ നമുക്ക് എന്ത് നേടാൻ പറ്റൂ എന്നാണ് പറഞ്ഞത്, നാഷണലിസത്തിലേക്ക് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ മൊത്തത്തിൽ എന്തായിപ്പോ അക്രമം കൊണ്ടൊന്നും നേടാൻ സാധിക്കില്ല. നമ്മുടെ ദേശീയതയെ മുറുകെ പിടിച്ചുകൊണ്ട് അദ്ദേഹം എന്തിന് ഊന്നൽ നൽകി? നോൺ വയലൻസിനാണ് ഇമ്പോർട്ടൻസ് നൽകിയത്. ഓക്കെ, and he played an important role of only the political axis, also the political theory. The provide mode of action which not only recognize the importance of rational pluralism, takes full account of mind always overcoming process that block the decision. Gandhi Satyagraha proposes the possible mode of action. Then Chakravarti hold the Satyagraha was not the theoretical nature but shows a specific type of action. It is a specific type of an action. അതെന്താണ്? ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ആക്ഷൻ ആണ് അല്ലെ. അതായത് പ്രത്യേകം നമ്മുടെ പ്രവൃത്തിയിൽ അത് കാണണം അല്ലെ. നമ്മൾ എത്ര അത് സംയമനം പാലിക്കാന്നാണ് ഗാന്ധി. എന്തൊക്കെ ബ്രിട്ടീഷുകാർ നമ്മളെ എന്ത് ചെയ്യുക, നമ്മളെ എന്തൊക്കെ പ്രകോപിതരാക്കിയിട്ട് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കുക, ഓരോ സമരങ്ങൾ ചെയ്യിപ്പിക്കുക, അതിൽ കുറെ വെടിവെക്കുക, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്കലെ അവർ അതിനെതിരെയാണ്. പിന്നീടാണ് എന്തായി മാറിയത്? ഇങ്ങനെ അക്രമം ചെയ്യുമ്പോൾ തിരിച്ച് അക്രമത്തിലൂടെയാണ് പരിഹാരം ചെയ്യണം, അല്ലാതെ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് കുറച്ചൊരു കൂട്ടം സോഷ്യൽ റിഫോമേഴ്സ് മാറി ചിന്തിച്ചു അല്ലെ. ലാൽപാൽ ബാലൊക്കെ അറിയാലോ, അവര് മാറി ചിന്തിച്ചതാണ്. കാരണം അക്രമരാഹിത്യം എന്ന് പറയുന്ന ഗാന്ധിജിയുടെ ആ ഒരു ഊന്നൽ നൽകുന്നു. അവർ നമ്മുടെ വെടിവെച്ച് വീഴ്ത്ത് നമ്മൾ ഇന്ത്യക്കാരെയൊക്കെ കൊന്നൊടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ അക്രമം പാടില്ല എന്ന് പറയാൻ എന്ന് പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ല എന്ന് പറയുന്ന വേറൊരു ടീമും നമ്മുടെ സോഷ്യൽ ഫ്രീഡത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡിപെൻഡന്റ് ഹിസ്റ്ററിയിൽ കാണാം. നോൺ വയലൻസ്. ഗാന്ധി നോൺ വയലൻസ് ഈസ് ദ ഹയസ്റ്റ് മോറൽ പ്രിൻസിപ്പിൾസ്. നോൺ വയലൻസ് എന്താണ്? ഇറ്റ്സ് എ മോറൽ വാല്യുബിൾ പ്രിൻസിപ്പിൾ. മോറൽ വാല്യൂ പ്രിൻസിപ്പിൾസ് ആണ് എന്ത്? നമ്മുടെ നോൺ വയലൻസ് മോറൽ പ്രിൻസിപ്പിൾ. മോറൽ നോൺ വയലൻസ് ഇറ്റ്സ് എ മോറൽ പ്രിൻസിപ്പിൾ അല്ലെ. നമുക്ക് ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾസ് ആണ് എന്ത്? നോൺ വയലൻസ്. Gandhi refers non-violence a law of life and a means of socio-political action. Non-violence and Satyagraha have a great significance in the life of teaching of Gandhi.
ഇറ്റ് ഈസ് എ വെരി ഗ്രേറ്റ് ടീച്ചിങ് ഓഫ് ഗാന്ധി. നമ്മളെ പഠിപ്പിച്ച അദ്ദേഹത്തിന്റെ റിട്ടേൺ ആയിട്ട് നമ്മളോട് പറഞ്ഞ കാര്യങ്ങളാണ് എന്തില്